What happened, Ryan? My pen. Monkey pen കാണാനില്ല. Monkey pen? You lost it? Rama, monkey pen is missing. എന്താണ് ഈ monkey pen? അതൊക്കെ പിന്നെ പറയാം. അത് ആദ്യം എവിടെ നിന്ന് കണ്ടുപിടിക്കട്ടെ. ഇനിയെങ്കിലും പറയടാ, ഈ monkey pen എന്താ ഇത്ര സ്പെഷ്യാലിറ്റി? പറയടാ, അവന്റെ ഒരു ആഗ്രഹം കൊണ്ടല്ലേ. അതൊക്കെ പിന്നെ പറയാം. വന്ന കാര്യം മറന്നോ? പറഞ്ഞേക്കടാ, ഇവരോടെല്ലാം നമ്മൾ പറഞ്ഞതല്ലേ. ഇനി ഇത് മാത്രമായി ബാക്കി വെക്കണ്ട. ബാക്കി പോസ്റ്റർ അല്ലേ, അത് ഞങ്ങൾ ഒട്ടിച്ചോളാം. ഹാവ് യു ഹേർഡ് അബൌട്ട് റോബർട്ട് ബ്രിസ്റ്റോ? ഇല്ല. വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് കേട്ടിട്ടുണ്ടാ? പോ. In the beginning of 20th century, മദ്രാസ് പ്രസിഡൻസി ഭരിച്ചിരുന്ന ഗവർണർ ലോർഡ് വില്ലിംഗ്ടന്റെ ആഗ്രഹപ്രകാരം നമ്മുടെ കൊച്ചിയിൽ ഒരു ഇന്റർനാഷണൽ ഷിപ്പിംഗ് പോർട്ട് നിർമ്മിക്കാൻ വന്ന ഹാർബർ എഞ്ചിനീയർ ആയിരുന്നു റോബർട്ട് ബ്രിസ്റ്റോ. അന്ന് ബ്രിസ്റ്റോ തന്റെ ഡയറിയിൽ എഴുതി, I am going to create a large island made from the bottom of Arabian Sea. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ മാൻമെയ്ഡ് ഐലൻഡിന് ബ്രിസ്റ്റോ ഒരു പേരും നൽകി, വില്ലിംഗ്ടൺ ഐലൻഡ്. Absolutely. How long is it going to take? Motri, get some water. So this is going to be the first man-made island in India. Lord Wellington wants it to be exactly like this, but we've never done anything like this before. We don't know how long it's going to take. Sir, I am Mutri, not Murti. Motri. Murti. Motri. Murti. Motri. Murti. Motri! Should I change the appointment to Tuesday? Okay. I'll have to refer to my textbook to see if this project is sustainable. If not, I'm going to have to take investments from other people. And if not, I'll have to come back on Tuesday and meet with Mr. Johnson. I'll have to come back on Tuesday and set an appointment with Mr. Murray. And after that, all our issues should be solved. I was sitting down in Kochi Fort and two guys approached me on a moped wondering if I was going to do a dub. What are you doing? Are you? പാവമൂർത്തി അപ്പൂപ്പൻ. എല്ലാവരും ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ അത് കണ്ടപ്പോ ബ്രിസ്റ്റോ ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു. മൺസൂൺ കാലത്ത് വേമ്പനാട്ട് കായലിലെ ഒഴുക്ക് കൂടും. അത് ഐലൻഡിന്റെ നിലനിൽപ്പിന് ബാധിക്കില്ലേ? ആ കഷന്റെ തല എത്ര പോഞ്ഞിട്ടും ഒരു വഴിയും തെളിവില്ല. അങ്ങനെ ഇരിക്കെ ബ്രിസ്റ്റോയെ തേടി ആ സമ്മാനം വന്നു. Sir? What's this? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഇറ്റാലിയൻ പൈലറ്റ് കപ്പലിൽ ചാർട്ട് വർക്കിന് ഉപയോഗിച്ചിരുന്ന മങ്കി പെൻ എന്ന മാജിക് പെൻ.
Dear Mr. Bristow, I'm Tom Samsung. I'm sending you a gift of a pen. This is no ordinary pen, it's a monkey pen. It was created in നമുക്ക് എഴുതാൻ പറ്റാത്ത കാര്യങ്ങളിലും sure it's gonna help. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലും മങ്കിപ്പൻ നമ്മളെ സഹായിക്കത്രേ. ഈ കൊരങ്ങച്ചൻ പേന എന്ത് മാജിക് കാണിക്കാനാ? Hey! അന്ന് മൂർത്തിയപ്പൂപ്പൻ കായലിലെ തണുപ്പ് ശരിക്കും അറിഞ്ഞു. ആക്ഷി. ആക്ഷി. ഇയാൾക്ക് കൊരങ്ങന്മാരെ എത്രയ്ക്ക് ഇഷ്ടാണോ? Yes, I like monkeys. ഇയാള് മലയാളമൊക്കെ പഠിച്ചോ? Mutri, do you know why I appointed you as my servant? ആക്ഷി. Because your face looks like a monkey. Exactly. മങ്കിപ്പൻ സഹായിക്കുമെന്ന് ബ്രിസ്റ്റോ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും മങ്കിപ്പൻ ഒരു അത്ഭുതം കാണിച്ചില്ല. മൂർത്തിയപ്പൂപ്പൻ പറഞ്ഞ പോലെ ഒരു കൊരങ്ങച്ചൻ മേന എന്ത് മാജിക് കാണിക്കാനാ? അടുത്ത ദിവസം ബ്രിസ്റ്റോ കണ്ണു തുറന്നു നോക്കുമ്പോൾ മാപ്പിൽ ചില മാറ്റങ്ങൾ. അത്ഭുതത്തോടെ ഞെട്ടലോടെ ബ്രിസ്റ്റോ അലറി വിളിച്ചു. എടാ ദുഷ്ടു എന്താ കണ്ട് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടൈം. റോളി പോളി ബേക്കിനുള്ള മിക്സ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ മിക്സ് നമുക്ക് 5 മിനിറ്റ് ഓവനിൽ വെക്കാം. ഈ ബേക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ട, പാല്, മൈദ, ബ്രെഡ്, മിൽക്ക് മെയ്ഡ് ഇതൊക്കെയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഡിഷാണിത്. ഈ ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടത് റേസിൻസ്, ട്യൂട്ടി ഫ്രൂട്ടി, കസ്കസ്, നട്ട്സ് ഇതെല്ലാം നമുക്ക് വെക്കാം. കാണാൻ ഭംഗിയുള്ളപ്പോൾ അത് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ആ ബത്തൊക്കെ നീ ഇപ്പൊ തിന്നിട്ടല്ലേ ഉള്ളൂ. അപ്പേക്കും വിശന്നോ? നമ്മുടെ ഡിഷ് ഏകദേശം ഓവനിൽ എടുക്കാം. റോളി പോളി ബേക്ക് റെഡി. നാവിൽ കണ്ട നീ ഉമ്മാനെ കണ്ടുപിടി. റെഡി. ഇന്നത്തെ ടേസ്റ്റി റോളിപോളി ബേക്ക് എനിക്ക് ഉണ്ടാക്കി തരോ? ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് ആയിരിക്കും അല്ലേ? ദേ റീനു അടിച്ചിട്ടുണ്ടല്ലോ. അപ്പന്റെ മോനല്ലേ, പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പ അപ്പനെ കാണാൻ ആരെ പോലെ ഞാൻ പറയട്ടെ? ഞാൻ പറയാം. ദുൽഖർ സൽമാൻ. പിന്നെ ആരടാ? ഫഹദ് ഫാസില. പിന്നെ എന്നാ പിന്നെ നീ തന്നെ നമ്മള് കൂട്ടിക്കിടങ്ങും ജാക്കിയും പോലെ ഉണ്ട്. കൂട്ടിക്കിടക്കണ ജാക്കിനെ പോലെ. അപ്പൊ പിന്നെ നീ ആരടാ? ജാക്കിയുടെ കുഞ്ഞോ? നീ അപ്പന്റെ പൊന്നുമോനല്ലടാ. അപ്പൻ ജാക്കി, നീ ജാക്കിയുടെ കുഞ്ഞ്. ചേച്ചി ഷോർട്ടാണ്. ഇങ്ങനെ ചെയ്താലുള്ള പഠിച്ചോണ്ട് 10 മാസം വയറ്റിക്കൊണ്ടു നടന്നോ? പിന്നെ 50 ഏക്കറായിരുന്നില്ല ആ 10 ദിവസം അതിനുള്ളിൽ ചുരുളു പിടിക്കെടുക്കാൻ പെട്ട പാടി എനിക്കേ അറിയൂ. ഓരോട് എന്താ കാണിച്ചത് നിങ്ങൾ കണ്ടില്ല? നീ ഒന്ന് ചുമ്മാരുന്നേ. ഇതൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ചെറുക്കിന് 2 ദിവസം ക്ലാസ്സിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. എന്നാ പിന്നെ അടിച്ചോട്ടപ്പാ. കണ്ടോ നിങ്ങള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പഹയം പറയാണ്ട് കേട്ടിനാ? അതൊക്കെ കേട്ടിന്. നീ ചെന്നേ അവരൊക്കെ അവിടെ വച്ചിട്ടുണ്ട് പഹയ. നീ എന്നാടാ വാരിട്ടെ? അപ്പ ലവ് മാരേജ് ഈ നാനേനെ കിട്ടിയില്ലു. എന്ത് പറഞ്ഞാലും കണ്ടീന
കേട്ടീന ഓയിന. എന്നാ ചെയ്യാനടാ, പെട്ടുപോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും എങ്ങനെ വീണെന്ന് എനിക്ക് തിരിയാത്തത്. എങ്ങനെയുണ്ടേ മണം? സൂപ്പർ അല്ലേ? ഇതിനേക്കാളും കിടിലനൊരു മണം ഞാൻ +1 പഠിക്കുമ്പോൾ വന്നെൻ്റെ മോനെ. നല്ല ഇറച്ചിപ്പത്തിരിയുടെ മണം. അന്നു മുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ അവൾക്കൊരു റെഡ് ബാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ ഇഷ്ടമാണ്, നാളെ ഇത് കൈ കെട്ടിക്കൊണ്ടുവരണമെന്ന്. അടുത്ത ദിവസം ഞാൻ അവളെ കാത്തു നിന്നു. ആണ്ടെ വരുന്നു നിന്റെ ഉമ്മച്ചി. എല്ലാ പ്രണയങ്ങളിലും വിസ്മയിപ്പിക്കുന്ന ഒരു കുസൃതി ഒളിഞ്ഞു കിടക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നായിരുന്നു. +2 കഴിഞ്ഞ ഉടനെ അവളെ പിടിച്ച് കെട്ടിച്ചു വിടുമെന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ അവളെ അങ്ങ് കെട്ടി. വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല? പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. ബട്ട് ദ റിയൽ പ്രോബ്ലം സ്റ്റാർട്ടഡ് ആഫ്റ്റർ 1 year. What was that, Appa? When I think about that problem, എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്നത് ഒരു മുറി നിറച്ച തൊട്ടിലുകളാണ്. അതിലെ ഒരു തൊട്ടിലിൽ നിന്ന് ഒരു കുഞ്ഞി കാല് പുറത്തേക്ക് വന്നു. So Ryan Philip was born, right? അപ്പൊ ഞാനൊരു പ്രോബ്ലം ആണല്ലേ? അങ്ങനെ 19-ാം വയസ്സിൽ ഞാനൊരു അപ്പനായി. മക്കളെ വളർത്താനുള്ള മെച്യൂരിറ്റി ഒന്നും ഞങ്ങൾക്കില്ലാന്നും പറഞ്ഞ് കളിയാക്കിയവരോട് ഞാൻ പറയും, എൻ്റെ മോൻ റയാൻ അത്രയ്ക്ക് കുരുത്തക്കേടൊന്നും കാണിക്കാറില്ല. റയൻ ഫിലിപ്പ് RS. Absent, sir. രാമരമണ രാജീവനന്ദനൻ. Absent, sir. ഇന്നസെന്റ് P. വർഗീസ്. Absent. ജഹാംഗീർ R. Absent, sir. 4 എവിടെ പോകുമ്പോഴാൻ പോയതാണാവോ? 36 divided by 6. 6 into 6. എടാ പപ്പൻ വന്നടാ. 36. ഈ കാലം മറന്ന് നടിച്ച് തൊലി പൊളിക്കല്ലോ. ആരൊക്കെയാ ഇത്? കേറി വാ മക്കളെ. കമിൻ കേറി വാ, അകത്തേക്ക് വാ. ഇതെന്താ മക്കളെ ഒരുമാതിരി പേടിച്ച്? നിങ്ങളുടെ ക്ലാസ്സില് ധൈര്യമായിട്ട് കേറി വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അവന്റെയൊക്കെ ഒരു കോലം, കഷ്ടം. സ്കൂളിലോട്ട് തന്നെയാണോടാ വന്നത്? അവന്റെയൊക്കെ ഒരു ഷർട്ടും കുറെ കറയും. കറ നല്ലല്ലേ സാറേ? ആണ്, വളരെ നല്ലതാ. പൊക്കോണ പറഞ്ഞ് നോൺസെൻസ്. ആഹാ, അപ്പോഴേക്കും 4 കൂടെ സിംഹാസനത്തിൽ കയറി ഇരുന്നോ? സാറുമാരോട് പോകാനേ പറഞ്ഞുള്ളൂ, ഇരിക്കാൻ പറഞ്ഞില്ല. All 4 of you on your toes. Yes, sir. Silence. Up on the chair. Up. കണ്ടിട്ടൊരു പണിഷ്മെന്റ് ലുക്കിലല്ലോടാ. ആ കൈ കൂടെ പൊക്കിയത്. ഹാൻഡ്സ് അപ്പ്. And stay like this till evening. ഇനി എന്നൊക്കെ ലേറ്റ് ആയിട്ട് വരുന്നോ അന്നൊക്കെ നിനക്കുള്ള പണിഷ്മെന്റ് ഇതാ. Understood? Idiots. Yes, sir. Shut up. Let's continue. And the reminder is 0. good. Next problem. 82 divide by 10. ഹോംവർക്ക് ചെക്ക് ചെയ്തോ? ഇല്ല, മറന്നുപോയി. 8 into 10 80. Sir, homework. Oh yes, I forgot. You collect all notebooks.
റയൻ ഫിലിപ്പ്, ലുക്ക് സ്ട്രൈറ്റ് റയൻ. സമയത്ത് സ്കൂളിലും വരില്ല, ഹോംവർക്കും ചെയ്യില്ല. നീയൊക്കെ എന്തിനാണ് കെട്ടി ഒരുങ്ങി ഇങ്ങോട്ട് വരുന്നത്? 5ാം ക്ലാസ്സിലായി, മൾട്ടിപ്ലിക്കേഷൻ പോലും അറിയില്ല. വാട്ട് ഇസ് 9 into 4? വാട്ട് ഇസ് 9 into 4? ആൻസർ മീ റയൻ. I asked you 9 into 4. ഞാൻ ഇതുപോലെ വല്ല റയാൻ ബട്ടർഫ്ലൈ ആയിട്ടോ റയാൻ ഉറുമ്പായിട്ടോ ജനിച്ചാൽ മതിയായിരുന്നു. സ്കൂളിൽ പോണ്ട, ഹോംവർക്ക് ചെയ്യണ്ട. ഉഫ്, എന്തിനാ ദൈവമേ നീ മനുഷ്യനായി സൃഷ്ടിച്ചത്? അതുകൊണ്ട് നിനക്കിപ്പോ എന്താ പറ്റിയേ? ആരാ? എല്ലാവരും കണക്കാ. ഒരു 10,000 പ്രാവശ്യം വിളിക്കും, എന്നിട്ട് നേരിട്ട് കാണുമ്പോ ചോദിക്കും ആരാണ്. ഗോഡാണോ? അപ്പൊ ഗോഡ് ഇങ്ങനെയാണോ? ആക്ച്വലി നിന്റെ പ്രശ്നം എന്താ? ഞാൻ ഇങ്ങനെ ആയതാണോ, അതോ നിന്നെ മനുഷ്യനാക്കി സൃഷ്ടിച്ചത് എന്തിനാണെന്നോ? എനിക്കൊരു പ്രശ്നവുമില്ല. ഓ, നിന്നെ ഞാൻ മനുഷ്യനാക്കി സൃഷ്ടിച്ചത് എന്തിനാണ് എന്നുള്ളതിന്റെ ഉത്തരം ഇതിലുണ്ട്. ഇനി നീ ഹോംവർക്ക് ചെയ്യാതെ ഇങ്ങോട്ട് വന്ന I am telling you, you had it. നോക്കുന്നുണ്ടില്ലേ ഇഡിയറ്റ്. Go now. മാത്സ് ഈ ലോകത്തിന് 1000 സൂപ്പർ ഹീറോസിന്, പക്ഷെ മാത്സ് ഹോംവർക്ക് ചെയ്യാൻ മാത്രം ഒരുത്തം വരൂല. ആക്ച്വലി നിന്റെ പ്രശ്നം എന്താ? മാത്സ് ഹോംവർക്ക് ചെയ്യാൻ സൂപ്പർ ഹീറോസ് ഇല്ലാത്തതാണോ, അതോ നിനക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റാത്തതോ? പറയടാ, മാത്സിനോട് നിനക്ക് എന്താ ഇത്ര വെറുപ്പ്? മാത്സ് കാണുമ്പോ എപ്പോഴും ആ ഡിറ്റി മിസ്സിന് ഓർമ്മ വരും. അതാരാ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മാത്സ് പഠിപ്പിക്കാൻ വന്ന ഒരു ഡൈനോസർ. ഒരിക്കൽ ബോർഡിൽ എന്നോട് ഒരു പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ ആ ഡൈനോസറിന്റെ അലർച്ചയിൽ പേടിച്ച് നിക്കരക്കൂടെ മുള്ളി. അയ്യോ, അതീ പിന്നെ എല്ലാവരും എന്നെ കണക്കില് മുള്ളി എന്ന് വിളിക്കാൻ തുടങ്ങി. വാ, അത് കേൾക്കുമ്പോ ഈ പ്ലസും മൈനസും മിനിറ്റും ഒക്കെ ദേഹത്തൊന്ന് കുത്തുന്ന പോലെ തോന്നും. ഇപ്പൊ നിന്നെ ആ പേര് ആരെങ്കിലും വിളിക്കാറുണ്ടോ? ഇല്ല, പലരും സ്കൂൾ മാറിപ്പോയി, ബാക്കിയുള്ളവര് മറന്നും പോയി. എന്നാലും ഒരു പേടി, ഞാൻ ഇനിയും കണക്ക് തെറ്റിച്ച വീണ്ടും നിക്കറുകൂടും ഉള്ളൂ. എനിക്ക് മാത്രം സഹിക്കാൻ പറ്റില്ല. നമുക്ക് അതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കാം. നല്ല മോനായിട്ട് ഉറങ്ങി. ജയിച്ചാ മതിയായിരുന്നു.
is the topper. ദുഷ്ട ജയിക്കൂലല്ലേ? എടാ എനിക്കറിയില്ല. Come on, everybody give him a big hand. Ryan Phillip, come here. Ryan, please come. Come here, man. Yes, Mr. Phillip. You want to see your marks? Four out of 100. Idiot. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക്. Idiot. Go now. Vishnu Kumar 75. Joanne Joseph 98. Good. മാർക്കും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ 54 Decimal ke John 97. Good. ഹലോ, ആ സാർ പറയൂ. ഇല്ല, കിട്ടിയില്ല. ഇന്നലെ പപ്പൻ വീട്ടിൽ വിളിച്ച് എന്നെ പറ്റി ഉമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പഠിക്കുന്നില്ല, ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ. ഹോ, പപ്പനീസം പണ്ടേ ഉള്ളതാ. ഞാൻ ഹോംവർക്ക് ചെയ്യലാന്ന് പറഞ്ഞ സ്ഥിരം വിളിയായിരുന്നു. എന്നിട്ടെന്താ, പപ്പന്റെ വിളി അടിച്ചപ്പോ അമ്മ എന്നെ ഹോംവർക്ക് ഒക്കെ എഴുതി തന്നെയുണ്ട്. പിന്നെ 4 പേരും കൂടെ ഇവിടെ എന്താ പരിപാടി? ഞങ്ങൾ മാത്സ് പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കുക. നടക്കട്ടെ. ദാ ജ്യൂസ്. നോ. വല്ല കേക്കോ ബിസ്ക്കറ്റോ എടുക്കട്ടെ? നോ മമ്മ. ഉച്ചയ്ക്ക് ഊണിന് എല്ലാവരും ഉണ്ടാവില്ലേ? ഇല്ല. ഓ, നമ്മുടെ ഈ അമ്മമാരെ അവര് വേറെ ഏതൊരു ലോകത്താ. നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊന്നും അവർക്കറിയണ്ടല്ലോ. മാത്സ് ഹോംവർക്ക് ചെയ്യാൻ ഒരു വഴി പറഞ്ഞാടാ. ഒരു വഴിയുണ്ട്. മാസ്റ്റർ ബ്രെയിൻ 7 up. No software to do maths homework. Shit. മാത്സ് ഹോംവർക്ക് ചെയ്യാൻ ഇനി എന്താ ഒരു വഴി? ഞാൻ ഒരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കാം. അതാവുമ്പോ എന്റെ ഹോംവർക്കൊക്കെ അവളെ എഴുതി തരുമല്ലോ. എത്രയാന്ന് വെച്ചിട്ടാണ് അമ്മയെ ബുദ്ധിമുട്ടിക്കണം. കൊള്ളാലോ ഐഡിയ. ഇവൻ ഇങ്ങനൊക്കെ പറയും, പക്ഷെ നമുക്ക് ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? അത് ശരിയാ. കല്യാണം കഴിക്കണ്ടല്ലോ, ലൈനടിച്ച് കൂടെ നിർത്തിയാ പോരെ. അതാവുമ്പോ ഹോംവർക്ക് ഒക്കെ അവൾ എഴുതി തരുമല്ലോ. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ മാത്സ് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പ്രേമിക്കാൻ നടക്കുന്നവരെ കാണുന്നത്. കളിയാക്കതെ ചോദിച്ചിന് വഴി പറയാവൂല കേട്ടോ. സാധാരണഗതിയില് അവളുമാരുടെ ഹോംവർക്ക് കൂടെ നമ്മൾ ചെയ്യില്ല. ഇതിപ്പോ +2 പഠിക്കുന്ന ഞാൻ പോലും ഹോംവർക്ക് ചെയ്യാറില്ല. പിന്നെന്താ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? അതെ, +2 തൊട്ട് പരീക്ഷ ഉണ്ട്. 5ാം ക്ലാസ്സിൽ അതില്ല. അപ്പോ ലൈൻ അടിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു തരാം അല്ലേ? Who's the girl? അപ്പൊ ഗേൾ ഇല്ലേ? സ്റ്റുഡൻസ് പ്ലീസ് ലിസൺ. ഗാന്ധി ജയന്തി പ്രമാണിച്ച് 5ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ഇന്ന് സേവന ദിനമാണ്. ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതല്ല.
see her now? ഇവക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. May I help you? എനിക്ക് ഈ ബോയ്സിനൊന്നും വലിയ വിലയില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ബോയ്സിന്റെ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരും ഉണ്ടല്ലേ? അതെന്താ നിനക്ക് ബോയ്സിന് വിലയില്ലാത്ത? ഈ ബുദ്ധിയെ ഞാനൊരു ബോയാണ് മാത്രം എനിക്ക് കിട്ടിയതാ. ഗുഡ് മോർണിംഗ് സെന്റ് ജോസഫ്സ് HSS. വെൽക്കം ടു സ്കൂൾ റേഡിയോ. നമ്മളെല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് ഡിസംബറിൽ നടക്കാറുള്ള സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ അവാർഡ് സെറിമണി. എല്ലാ സ്റ്റുഡന്റിന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ആ അവാർഡ്. അതിന് നിങ്ങളെ സഹായിക്കാനായി ഞാൻ കണ്ടുപിടിച്ചൊരു ടിപ്പുണ്ട്, രാഹുൽ സ്റ്റെപ്പ്. അതിനായി കാത്തിരിക്കുക സ്കൂൾ റേഡിയോയിൽ നിങ്ങൾക്കൊപ്പം സ്റ്റുഡന്റ് RJ രാഹുൽ. എന്തായി, പെണ്ണിനെ കിട്ടിയ? കൊച്ചു കള്ള. അപ്പൊ ഇനി പ്രണയിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു തരണം അല്ലേ? അതിനു മുമ്പ് ഈ പ്രണയം എന്താണെന്ന് മനസ്സിലാക്കണം. പ്രണയം മധുരോദാരമായ നിർവൃതി പകരുന്ന ഹൃദയഹർഷമാകുന്നു. ചിറക് വെച്ച സ്വപ്നങ്ങളുടെ തേരിലേറ്റി അത് നമ്മെ പുളകിത ശലഭങ്ങളെ പോലെ നൃത്തമാടിക്കും. പിന്നെ അതിരറ്റ സ്വാതന്ത്ര്യങ്ങളിലേക്ക് പ്രണയം നമ്മെ നക്ഷത്രയാത്ര ചെയ്യിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രണയിക്കാം, എന്നും പ്രണയം മാത്രം പങ്കുവയ്ക്കാം. രാഹുൽ, പ്ലീസ് കം ടു മൈ ഓഫീസ്. ആ കിഴങ്ങൻ പ്രിൻസിപ്പലിനെ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. നിനക്ക് തോന്നിയത് വിളിച്ചു പറയാനുള്ളതല്ല സ്കൂൾ റേഡിയോ. എന്ത് പ്രിൻസിപ്പൾ എന്നാ പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ല സാർ. ഞാൻ കേട്ട് കിഴങ്ങൻ പ്രിൻസിപ്പൾ. ചിരിക്കല്ലേ, പൊയ്ക്കോ, വെച്ചിട്ടുണ്ട്. പ്രണയത്തെ കുറിച്ച് രാഹുലേട്ടൻ പറഞ്ഞ എന്താടാ? ഒന്നും മനസ്സിലായില്ല. മലയാളം സാറ് പദ്യം പഠിപ്പിച്ച പോലെ ഉണ്ടായിരുന്നു. പ്രണയത്തെ കുറിച്ച് പറയാൻ ഇനി ഒരാളുണ്ട്. എന്താ മോളെ അനുധാരെ, പെരുവഴിയിലായ? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയൻ മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കേറിക്കോ. എപ്പോ കേറിയത് ചോദിച്ചാ മതി.
ക്രിക്കറ്റ് കളിച്ച് ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മാത്സ് ഹോംവർക്ക് ചെയ്യാനും മൺസൂൺ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ഒരു പോപ്പിക്കയുടെ കീഴിൽ സ്നേഹിക്കാനും ഒടുവിൽ വർഷാവസാനം പരീക്ഷയിൽ ഞാൻ പൊട്ടുമ്പോൾ നെഞ്ചു തല്ലിക്കറിയാനും എനിക്കൊരു പെണ്ണിനെ വേണം. Will you be my girl? Yes or no?